കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ ഞാൻ ഒന്ന് തല കറങ്ങിയാണ് അങ്ങനെ നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടണേ. പറയാൻ കാരണമുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ഒരു വീഡിയോ ഫുള്ളാ കാണുന്നവർ ഷെയർ ചെയ്യാതെ പോകത്തില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പുണ്ട്, ഈ വീഡിയോ ഫുള്ള് കാണുന്നവർ ആരും കരയാതെ പോകില്ല, കണ്ണ് നിറയാതെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എണീറ്റ് പോകത്തില്ല. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ. കാരണം അത് പറയാൻ കാരണമുണ്ട്. കാരണം ഒരു റീല് കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ പോലുമില്ല. ആരെങ്കിലും ഇട്ടിരിക്കുന്ന ഒരു റീല് കണ്ടിട്ട് കണ്ണ് ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദന തോന്നുന്നത് എനിക്ക് ഓർമ്മ പോലുമില്ല. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഈ ഒരു റീല് കണ്ടേ ഞാൻ കരഞ്ഞുപോയി. ആരാണ് എന്താണ് ഒന്നും പറയുന്നില്ല. ആദ്യം ഒരു പെൺകൊച്ചിന്റെ വീഡിയോ ആണ്. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കാണുകയാണ്. കണ്ട സത്യം പറയാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഏറ്റവും അവസാനം ആ പെൺകുട്ടി ഏറ്റവും അവസാനം ഇട്ട റീല് ഞാൻ ആദ്യം ഇടും. ഇപ്പോൾ എനിക്ക് ഇന്നിട്ട ഒരു റീലുണ്ട്, അത് ആദ്യം കാണാം. കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ ഞാൻ ഒന്ന് തല കറങ്ങിയാണ് അങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പം അമ്മയുണ്ട്, സർജറി കഴിഞ്ഞുകൊണ്ട് അന്ന് ഒറ്റയ്ക്കാണ്. തല കറങ്ങി വീണൊരു 3 മണിക്കൂർ ഞാൻ ബോധമില്ലാണ്ട് അവിടെ കിടന്നു. ആരില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഉപ്പൊക്കെ വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു 1 വീക്കിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ 1 വീക്ക് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടേ ഇല്ല. 1 വീക്ക് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരാൾ പോലും ഞാൻ എവിടെയാണ്, എനിക്ക് എന്ത് പറ്റി, കാണാനില്ലല്ലോ എന്ന് അന്വേഷിച്ചിട്ടേ ഇല്ല. ഞാൻ ആലോചിച്ചു, അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തേടി വരാൻ പാകത്തിന് ഒരു മനുഷ്യനെ പോലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തുപോയി. അതൻ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുന്നു. എന്നെ അറിയാത്ത കുറെ ആൾക്കാർ ഡെയിലി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ എന്റെ ലൈഫിൽ ഒരു 1 വീക്ക് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചിരിച്ചുകൊണ്ട് അത് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട് കേട്ടോ. ഇത്രയും ദുഃഖം മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ആ കണ്ണുകളിൽ കാണാൻ ആ ഒരു വേദന. അതായത് ഇവിടുന്ന് ബോധം കിട്ട് വീണു, അന്ന് തലകറങ്ങി വീണപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച റെസ്റ്റ് ആയിരുന്നു. ആ ഒരാഴ്ച വരെ ഫോണൊന്നും എടുത്തില്ല. ഒറ്റയ്ക്കാണ് താമസം എന്ന് പറയുന്നത്. ഫോണൊന്നും എടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരൊറ്റ മനുഷ്യര് പോലും നിനക്ക് എന്ത് പറ്റിയില്ല, നീ എവിടെയാണെന്ന് ചോദിക്കാനില്ല. ഒറ്റപ്പെടലിന്റെ വേദനയാണ്. മനസ്സിലായോ? അത് സത്യം പറഞ്ഞ ഞാൻ നെഞ്ച് പൊട്ടിപ്പോകും കേട്ടോ. ഒരു സാധനം അവർ പറയുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ. അതായത് ഈ പെൺകുട്ടി ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ. 3 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരാൾ പോലും എന്നെ വിളിച്ച് ചോദിക്കാൻ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നൊരു തിരിച്ചറിവിന് ശേഷമാണ് പെൺകുട്ടി ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. അതിനുശേഷം ഏതാണ്ട് 35,000 പേരോളം ഫോളോവേഴ്സ് ഉണ്ട് എന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു നെഞ്ചിലൊരു പെടപ്പ് തോന്നിക്കാണും. പക്ഷേ ഈ പെൺകുട്ടി ഈ ഇൻസ്റ്റഗ്രാമിൽ ആദ്യം ഇട്ടൊരു വീഡിയോ അത് കണ്ടു നിൽക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതാണ്. ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. എന്ത് അസുഖം വെച്ചാൽ എനിക്കറിയത്തില്ല. എന്ത് അസുഖം പെൺകുട്ടി പറഞ്ഞിട്ടുമില്ല. ഈ ഒരു റീൽ ഇട്ടതിന് ശേഷമാണ് ആൾക്കാർ എന്തും ചോദിച്ചത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി തലകറങ്ങി വീഴുന്നത്. വീണതിന് ശേഷമാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തത്, പിന്നീട് ഹോസ്പിറ്റലാവുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതെന്ത് അസുഖം എന്ന് എനിക്കറിയത്തില്ല. ഈ പെൺകുട്ടി തന്നെ ഒരു ദിവസം ഞാനിത് വെളിപ്പെടുത്താമെന്നുള്ളതാണ്. ഈ പെൺകുട്ടി എവിടെയാണ്, ഈ പെൺകുട്ടിയുടെ പിന്നെ താമസം ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇവരുടെ റീലൊക്കെ കണ്ടിട്ട് വിദേശത്ത് ആണെന്നത് പോലൊക്കെ തോന്നുന്നു. വിദേശത്ത് എപ്പോഴെങ്കിലും പോയപ്പോൾ എടുത്തൊന്നും അറിയത്തില്ല. എന്റെ ബന്ധുക്കൾ ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ആരും ഇല്ല എന്തെങ്കിലും സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഇട്ട ഒരു റീലാണ്. ബാക്കി മറ്റൊരു റീൽ കൂടിയാണ്. എനിക്ക് ശരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പ്രസൻസ് ഒക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
കാരണം ഭയങ്കര ഡൗൺ ആയി പോയപ്പോൾ എനിക്ക് അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വട്ടെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. സർജറിയുടെ ഒക്കെ സമയമായപ്പോൾ ഇനി എനിക്ക് അവരൊന്നും കാണാൻ പറ്റൂലേന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരും കാണാൻ പറ്റിയില്ല. ഇപ്പോഴും മേ ബി അവർ ട്രൈ ചെയ്താൽ കാണാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലാവരും ദൂരെയാണ്. വരണം എന്ന് വിചാരിച്ചാൽ വരാം, പക്ഷെ വിചാരിച്ചില്ല. മേ ബി ഇതൊക്കെ ഓക്കെ ആയിട്ട് എല്ലാവരും പോയി കാണും. പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ ഈ ഒരു സർജറി നടന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളെയും എൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വിചാരിച്ച എനിക്ക് അവരൊക്കെ ഇവിടെയും വളരെ ദൂരെയാണ്, അവർക്ക് വേണമെങ്കിൽ വന്ന് കാണാമായിരുന്നു. പക്ഷെ അവരാരും വന്നില്ല. പിന്നെ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആരാണെന്ന് ഈ പെൺകുട്ടി പറയുന്നില്ല. ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു റീലിടുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു റീലിട്ട് ഈ ഫസ്റ്റ് റീലിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആരും വലുതായിട്ടൊന്നും ആരും മൈൻഡൊന്നും ചെയ്തില്ല. അതിനുശേഷം ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതില്ലയോ, ഈ മുഖിൽ കൂടി വരുന്ന ബ്ലഡിലെ റീലിന് മുമ്പേ എടുത്ത് വെച്ചിരുന്നതായിരിക്കാം മേ ബി. ഈ പെൺകുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഈ ഒരു തലയ്ക്കടി പിന്നെ ബോധം കെട്ട് വീണല്ലോ, ബോധം കെട്ട് വീണ് അവിടെ പോയി ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത് എന്ന് പറയുന്നത്. തോന്നി അപ്പൊ അതിന് മുമ്പേ ഈ മൂക്കിൽ ബ്ലഡ് വരുന്നത് ഓപ്പറേഷൻ മുമ്പുള്ള റീലാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പം അത് നേരത്തെ എടുത്തു വെച്ചതായിരിക്കും, ഇപ്പോഴായിരിക്കും അത് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. എന്ത് പറയണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, നാലാൾ അറിയട്ടെ. ആ പെൺകുട്ടിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് ഞാനൊന്ന് പോവാം. മാക്സിമം ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ മതി, എൻ്റെ കണ്ണ് എന്തായാലും നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം കേട്ടോ. കാർത്തിക എന്നാണ് പേര്. കാർത്തിക വിജയകുമാർ എന്ന് അടിച്ച് 36 പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. 64 ഫ്രണ്ട്സ് ഉണ്ട്. ഏതാണ്ട് 35, ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പാണ് ഈ പെൺകുട്ടിയിൽ ഇതിട്ടത്. കണ്ടത് ഇത്രയും സംഭവമേ ഉള്ളൂ, വേറെയൊന്നുമില്ല. ഇതാണ് ഈ പെൺകുട്ടി ആദ്യം ഇട്ട റീൽ. ഈ റീൽ ഇട്ടതിന് ശേഷം ഈ പെൺകുട്ടി മറ്റൊരു റീൽ ഇട്ടിട്ടുണ്ട്, അത് ഞാനിവിടെ വെക്കാവേ. ആൾക്കാരൊക്കെ മെസ്സേജസ് ആയിട്ടും കമന്റ്സ് ആയിട്ടൊക്കെ എന്ത് പറ്റി, എങ്ങനെയുണ്ട്, എന്താ അസുഖം, അതുപോലെ കൂടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും ഓരോന്നായിട്ട് ഇവിടെ എന്തായാലും ഷെയർ ചെയ്യും, കൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റീൽ ഇട്ടതിന് ശേഷം ആൾക്കാർ ഒരുപാട് ചോദിച്ചു എന്താ പറ്റിയെന്നുള്ളത്. അപ്പം അതൊരു ദിവസം ഞാൻ ഷെയർ ചെയ്യാമെന്ന പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടിയുടെ മുമ്പത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. The bad news is everything is temporary. The bad news is everything is. ഈ പെൺകുട്ടിയുടെ ഹൈലൈറ്റ്സ് നമുക്ക് കാണാം. നല്ല സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു കേട്ടോ. ആയിരുന്നു എന്നല്ല, ആണ്. Before everything changed, I will talk about it some words. ഏതെങ്കിലും ഒരു ദിവസം ഞാനെ കുറിച്ച് പറയാമെന്നുള്ളതാണ്. Everything changed, but I am still here. അങ്ങനെ കുറെ ഇതാണ് ആ പെൺകുട്ടിയുടെ. കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ ലൈഫ് ശരിക്കും ഇവിടെ തീർന്നു പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എൻ്റെ ലൈഫ് നാളെ എന്തായിത്തീരുന്നു എന്ന് എനിക്കറിയില്ല. ഈ ഹീലിംഗ് സ്റ്റേജ് അത്ര പറ്റിയൊന്നുമല്ല, പക്ഷെ ഞാനിത് എൻജോയ് ചെയ്യണുണ്ട് ശരിക്കും. ഹായ്, കുറച്ച് നല്ല മനുഷ്യന്മാരുടെ ഒപ്പം പാട്ടും കഥകളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കൂടിയാലോ? വരുന്ന ജൂൺ 6, 7 ദിവസങ്ങളിൽ വട്ടവടയിൽ വെച്ച് നമ്മളുടെ നേരം ക്യാമ്പിങ്ങിൻ്റെ അടുത്ത ക്യാമ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ ക്യാമ്പാണ്. നിങ്ങളും ഉണ്ടാവില്ലേ? കൂടുതൽ ഡീറ്റെയിൽസിനും ബുക്കിങ്ങിനുമായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, എന്തോ ഒരു ക്യാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ കൃത്യമായിട്ട് നോക്കില്ല കേട്ടോ. അത് താല്പര്യമുള്ളവർ പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാർത്തിക
കാർത്തിക വിജയൻ. അതുപോലെ എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് വേദന തോന്നിയ അല്ലെങ്കിൽ സങ്കടം തോന്നിയ കണ്ണ് നിറഞ്ഞു പോയ ഒരു റീലാണ്. ഇടയ്ക്കൊന്നും എനിക്ക് ഇങ്ങനെ ഒരു റീല് ഞാൻ കണ്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ ആ കണ്ണിലെ തിളക്കം ഇത്രയും സങ്കടം ഉള്ളിലുണ്ട്. ആരുമില്ല, ഒറ്റപ്പെടലിന്റെ ഒരു വേദന എന്ന് പറയും. ഒറ്റപ്പെടലിന്റെ വേദനയുടെ കൂട്ടത്ത് കൂടിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ മാറാ വ്യാധികൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് എന്ത് അസുഖമാണെന്ന് എനിക്ക് അറിയത്തില്ല, പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും മുഖ്യ കൂടിയൊക്കെ ബ്ലഡ് ഇങ്ങനെ കട്ടക്കെട്ടായിട്ട് ഇറങ്ങി വരും. ആരുമില്ല. ഞാൻ വീട് കിടന്ന് ഒരാഴ്ച കിടന്നിട്ട് ഒരാൾ പോലും എന്ത് പറ്റിയടി എന്ന് ചോദിക്കാനും ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തായാലും ഇതുവരെ കണ്ടവർക്ക് എന്തായാലും ഒന്ന് കണ്ണ് പറയാതെ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, നമുക്ക് കാണാം.